ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ നാടക നടനായിരുന്ന എസ്.ജെ. ദേവിൻ്റെയും കുട്ടിയമ്മയുടെയും മകനായി 1954 മെയ് 20-ന് രാജംബി ദേവ് ജനിച്ചു. ചേർത്തല ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ, സെൻറ് മൈക്കിൾസ് കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. പിതാവിൻ്റെ നാടക അഭിനയത്തിൽ താൽപ്പര്യം തോന്നി കോളേജ് പഠനം ഉപേക്ഷിച്ച് വിശ്വകേരള കലാസമിതിയുടെ നാടക ട്രൂപ്പിലെത്തി. നാടകാംഗമായി പ്രവർത്തിച്ച് പിന്നീട് ചേർത്തല ജൂബിലി തിയേറ്റേഴ്സ് എന്ന പേരിൽ നാടകസമിതി രൂപീകരിച്ചു. രഥം എന്ന നാടകം രചിച്ച് വേദിയിൽ അഭിനയിച്ചു. നാടകത്തിലെ രാജൻ്റെ പ്രകടനം നേരിട്ട് കണ്ട എസ്.എൽ. പുരം സദാനന്ദൻ സൂര്യസോമയുടെ കാട്ടുകുതിര എന്ന നാടകത്തിലേക്ക് രാജനെ ക്ഷണിച്ചു. കാട്ടുകുതിരയിലെ കൊച്ചുബാവയായി അരങ്ങിൽ എത്തിയതോടെ മലയാള നാടകവേദിയുടെ അനിഷേധ്യ താരമായി രാജംബി ദേവ് വളർന്നു. പിന്നീട് കാട്ടുകുതിര സിനിമയാക്കിയപ്പോൾ ആ റോൾ തിലകൻ ആണ് ചെയ്തത്. ഇതിൽ രാജംബി ദേവ് ഏറെ ദുഃഖിതനുമായിരുന്നു. ഈ കാലഘട്ടത്തിൽ തന്നെ സിനിമാ രംഗത്തേക്ക് രാജംബി ദേവ് എത്തിയിരുന്നു. 1983 റിലീസായ എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മ എന്ന സിനിമയിലാണ് രാജംബി ദേവ് അഭിനയിച്ചത്. ആദ്യമായും അഭിനയിച്ചതും ഈ സിനിമയിൽ തന്നെയായിരുന്നു. രാജംബി ദേവ് പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയത് തിരക്കഥാകൃത്തായിരുന്ന ഡെന്നിസ് ജോസഫ് ഇന്ദ്രജാലം എന്ന സിനിമയിലെ പാലക്കാരനായ മുംബൈ അധോലോക നേതാവ് കാർലോസ് എന്ന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടെയാണ്. ഒരുപാട് മാനറിസങ്ങളുള്ള വില്ലനെ അന്വേഷിച്ച് നടന്ന ഡെന്നിസ് ജോസഫ് രാജംബി ദേവിനെ കാണുകയും ഈ വേഷം നൽകുകയുമായിരുന്നു. തമ്പി കണ്ണത്താനം സംവിധാനം ചെയ്ത് 1990 റിലീസായ ഇന്ദ്രജാലം എന്ന സിനിമയിലെ കാർലോസ് എന്ന വില്ലൻ്റെ കഥാപാത്രം അഭിനയിച്ച് പ്രശസ്തനായ രാജംബി ദേവിന് മമ്മൂട്ടിയുടെ ഒളിയമ്പുകൾ എന്ന സിനിമയിലും വേഷം കിട്ടി. ഇതോടെ ഒരേ സമയം മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ചിത്രങ്ങളിൽ അഭിനയിച്ച നടനായി രാജംബി ദേവ് മാറി. ഇന്ദ്രജാലത്തിലെ കാർലോസ് രാജംബി ദേവിൻ്റെ അഭിനയ ജീവിതത്തിൽ വൻ വഴിത്തിരിവായി മാറി. പരിക്കൻ മുഖഭാവവും ശബ്ദവുമുള്ള ഒരു പ്രതിനായകനെ ഇന്ദ്രജാലത്തിലൂടെ മലയാള സിനിമയ്ക്ക് ലഭിച്ചു.